നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമല്ല F&O MCX അതായത് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോയിലൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസത്തെ വീഡിയോ എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിൽ ഞാനൊരു 49,500 എന്നുള്ള ഒരു ലെവല് കഴിഞ്ഞ എന്ന് മാർക്ക് ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ പുതിയ ആൾക്കാർക്ക് അറിയില്ല, പക്ഷേ പഴയ ആൾക്കാർക്ക് അറിയാം. ഈ വയലറ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടത്. അപ്പോൾ ഒരുപാട് ദിവസം നോക്കി, ഇടയ്ക്ക് ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ 5 പോയിൻ്റ് 10 പോയിൻ്റ് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ്, പക്ഷേ മാസത്തിൽ 4 തവണ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന ഒരു ഡേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് മുകളിലേക്ക് പോകും. 49,500 നിങ്ങൾക്ക് മുമ്പത്തെ ഒരു 4-5 വീഡിയോ മുമ്പിലെടുത്ത് നോക്കാം കേട്ടോ. ഈ വര ഞാൻ വരച്ച് വെച്ചിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്താ, RSI ക്രോസ് ഓവറായി നിലവിലുള്ള ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. അടുത്തത് ഈ ക്രോസ് ഓവർ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഈ മടക്ക് വരുമ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ക്രോസ് ഓവർ ആയി, പിന്നെ ട്രെയിൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എവിടെ എത്തി, അടുത്ത ഗ്രീനിലേക്ക് എത്തി. അത്രയും വേണ്ട, ഈ വൈറ്റ് ലൈൻ വരെ കിട്ടിയാലും ഏകദേശം നോക്കിയേ. ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച വരയും 503.15 അത് നമ്മൾ ഏകദേശം വരച്ച കേട്ടോ. 49,501.2 2 പോയിന്റിൽ, അതായത് ഞാൻ വരച്ച വരയിലാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചാർട്ടിൻ്റെ വര വന്നേക്കണത്. എന്തായാലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയേ. അപ്പോൾ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ ഒരു ചാർട്ടും ഈ നിഫ്റ്റിയുടെ ലൈവും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കമ്പനി വരക്കുന്ന ഏകദേശം വരയുടെ അടുത്ത് നമ്മുടെ വരയും വരുന്നുണ്ട്. അതിനർത്ഥം എന്താ, നമ്മൾ 1.5 വർഷം കൊണ്ട് ഇത് തന്നെ ചെയ്തത് കൊണ്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പായി വന്ന് നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാനായിട്ടുള്ളൊരു ട്രേഡർ ആവാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ 95% ലോസും 5% സക്സസ് ആവും. ഈ 5% ആൾക്കാരെന്താ, അവർ ഒരേ സ്ട്രാറ്റജി, അവർക്ക് ഗ്രീഡി ഇല്ല, അവർക്ക് ഒരേ സ്ട്രാറ്റജി ഒരേ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണത് എന്താ, അയ്യോ 95% പേർക്ക് ലോസ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ലോസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എനിക്ക് ഇവിടം വരെ എത്താനും പറ്റില്ല, എനിക്ക് 2,800 സബ്സ്ക്രൈബേഴ്സും വരില്ല, അതിൽ 50 പേര് ഡെയിലി വാച്ചിങ് കാണുന്ന ആൾക്കാരും വരില്ല. 2,800 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങ് പോകും. പക്ഷേ 50 പേര് കുറയാതെ ഡെയിലി എനിക്ക് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനർത്ഥം അവർ സക്സസ് ആയതുകൊണ്ടാണല്ലോ 50 പേര് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 50 പേര് വാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 50 പേര് സക്സസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം തീരെ കുറഞ്ഞു പോയേനെ, ഞാനിതിട്ട് പൂട്ടിപ്പോയേനെ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ 2023 ജനുവരിയിലെ കുറച്ച് വീഡിയോ കാണുക, അത് കഴിഞ്ഞിട്ടൊരു 3 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണുക, അത് കഴിഞ്ഞിട്ടുള്ള 3 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണുക. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷവും 5 മാസത്തിന് ആയിക്കൊണ്ടിരിക്കുന്നു. 5 മാസത്തിനിടയിലുള്ള ഒരു 4 മാസം ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, അന്ന് എൻ്റെ സംസാരം കുറച്ച് വിറവലൊക്കെ ഉള്ളതായിരുന്നു. ഇന്ന് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു, ഇന്ന് നമ്മൾ വലിയ ടൈം ഫ്രെയിമിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെയ്യുന്നതൊക്കെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എടുത്തിട്ട് ലോങ് ഹോൾഡിംഗ് ആണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു മാസത്തിൻ്റെ ടാർഗറ്റ് 250 പോയിൻറ്റ്സ് ആണ്. ആദ്യത്തെ ആഴ്ച തന്നെ 250 പോയിൻറ്റ്സ് ആയതാണ്. ഓൾമോസ്റ്റ് ഒരു 500 പോയിൻറ്റ്സ് എബോവ് റൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈവൻ 15 മിനിറ്റ്സിൽ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഡ് സൈസ് കുറച്ച് മതി. ഒറ്റടിക്കല്ല ഞാൻ 15 മിനിറ്റ്സിലേക്ക് വന്നത്, 2 മിനിറ്റ് 5 മിനിറ്റ് അത് കുറേ നാൾ നോക്കിയിട്ടാണ് ഇപ്പോൾ 50 മിനിറ്റ്സിലേക്ക് ചാടി കടന്നിരിക്കണേ. അതായത് ഒരു ധൈര്യം സംബന്ധിച്ച് ഒരു കോൺഫിഡൻറ്റ് ലെവൽ മേക്ക് ചെയ്തിട്ടാണ് 15ലേക്ക് വന്നത്. അപ്പോൾ എന്താ ഗുണം ഉണ്ടായേ, ഇപ്പോൾ 10 ലോട്ട് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എടുക്കണമെങ്കിൽ നല്ല എമൗണ്ട് വേണം, നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും. കാരണം 500 ക്വാണ്ടിറ്റി
അല്ലെങ്കിൽ നമുക്കിവിടെയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്സ്റ്റോക്സ് ആണ് ലിങ്ക് ചെയ്തിട്ടിരിക്കണേ. സോറി, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇന്ന് അപ്പുറത്ത് 15 മിനിറ്റ് കത്തി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങ വന്നത്. ഇവിടെയും കുറച്ച് കത്തി വെച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സി എടുത്തിട്ടൊന്ന് നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഒരു സി, ഇപ്പോൾ 539 സി നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. വേണ്ട, നാളെ എക്സ്പയറി, മറ്റൊന്ന് എക്സ്പയറി അല്ലേ. ഇത് 100 വളരെ സിമ്പിളായിട്ട് നോക്ക്. ഇവിടെ ക്രോസ് ഓവർ കയറി, ഇവിടെ ബ്രേക്ക് ഔട്ടായി 110 എടുത്തതാണ് 544 വരെ പോയേക്കണം. ഇത് മാസത്തിൽ 4 തവണ ഡെഫിനറ്റ്ലി കിട്ടുന്ന സ്ട്രൈക്കാണ്. അപ്പോൾ ഇത് 1 ക്ലിക്കിൽ 10 ലോട്ട്, സോറി അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഡിഫോൾട്ട് ഇതെനിക്കിങ്ങനെ കേട്ടോ, ഡിഫോൾട്ട് ചെയ്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ക്ലിക്കിൽ ബൈ, ഒറ്റ ക്ലിക്കിൽ സെല്ല. നിങ്ങൾ പാസ്വേഡ് മാറ്റി അല്ലെങ്കിൽ മറ്റേ ലോഗിൻ ഐ ഡി ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ബൈ എടുത്ത് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്ത് ഓപ്പോസിറ്റ് എടുത്ത് കാണും. അപ്പോൾ 290 സ്ട്രൈക്ക് ആണെങ്കിൽ ഇപ്പോൾ 24 രൂപയെന്ന് കേട്ടോ പോയേക്കണേ. തെളിഞ്ഞു വരുന്നില്ല, മാർക്കറ്റ് ലൈവ് അല്ലാത്തതുകൊണ്ടാണ്. പോട്ടെ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു വെറുതെ കാർഡ് കയറുന്നില്ല. അപ്പോൾ ആ സ്ട്രൈക്ക് എടുക്കാനായിട്ട് 10 ലോട്ട് എടുക്കാനായിട്ട് 1 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് ലോട്ട് സൈസ് കുറച്ച് അത്രയും റൈഡ് ചെയ്യാനായിട്ട് 10 പോയിൻ്റ് 10 ലോട്ടിൽ എടുക്കുന്നതിലും ബെറ്ററാണ് 2 ലോട്ട് 100 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ, ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ എടുത്താലും വലിയ നഷ്ടങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. മാസത്തിൽ ഇതേപോലത്തെ 4 ട്രേഡ് മാത്രം ചെയ്താലും മതി. കാരണം എല്ലാ ട്രേഡും 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറിൽ എടുക്കുക, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു 50 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 ദിവസം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോസ് 10 അല്ലെ 500 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. നിങ്ങൾ ബാക്കിയുള്ള ദിവസം ഒരു 300 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും കിട്ടും. 10 ദിവസം 300 പോയിൻ്റ് വെച്ചിട്ട് ക്യാറ്റ് ചെയ്താൽ 3000 പോയിൻ്റ്, 3000 പോയിൻ്റിൽ നിന്ന് 500 പോയിൻ്റ് പോയാലും ബാക്കി 2500 പോയിൻ്റ് കിട്ടും. ഡെഫിനറ്റ്ലി കിട്ടും കേട്ടോ. ഞാൻ ഇത്ര നെഞ്ചത്ത് കൈവച്ച് പറയാനായിട്ടുള്ള കാര്യം, ഒരു വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ അല്ലേ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് എന്താ, ട്രേഡിംഗ് അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിൻ്റെ റീഡിംഗ് ആണ്. 1 ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് പഠിക്കേണ്ട പോലെ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉഴപ്പിക്കഴിഞ്ഞാൽ പോയി. അതായത് ഡ്രൈവിങ്, ഇപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈവിങ് പഠിപ്പിക്കുന്നു, നിങ്ങൾ തട്ടാതെ മുട്ടാതെ ഓടിച്ചുകൊണ്ടിരുന്ന ജീവൻ രക്ഷിക്കാം. നിങ്ങൾ റാഷ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് പപ്പട വരുപോകും. അപ്പം പഠിപ്പിച്ച ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ഹാപ്പിയാണ്, കാരണം നമ്മുടെ ആ ഒരു വ്യൂ ഒക്കെ കറക്റ്റായിട്ട് വന്നതിൽ ഞാൻ എക്സ്ട്രാ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഓരോ ദിവസവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ വരികയാണ്. കാരണം അത്ര എൻട്രി പക്കയായിട്ട് വരുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല, ലോസുകളുടെ എണ്ണം, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ കുറയുന്നുണ്ട്, ട്രേഡുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ വന്നത്, ഞാൻ ഇനി ഇതിലും കുറച്ച് നിഫ്റ്റിയിൽ കത്തി വെച്ചിട്ടാണ് ഇങ്ങ വന്നത്. അപ്പോൾ ഇതിലും കുറച്ച് കത്തി വെച്ചില്ലെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന ചതിയായിരിക്കും. നിഫ്റ്റിയുടെ ആൾക്കാരോട് ചതി ചെയ്ത് ബാങ്ക് നിഫ്റ്റിയുടെ ആൾക്കാരെ സൂചിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളെ മെജോറിറ്റി കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസസ് വീണ്ടും ഉണ്ട്. അപ്പോൾ 49,370 നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടം വരെയൊക്കെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചോദ്യം. അപ്പോൾ അത് ഈ ലൈനൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏത് ലൈൻ? 49,055 എന്നുള്ള ലൈൻ ഒന്ന് നോക്കി വെക്കുക. നിൽക്കുന്ന കൺസോൾട്ടേഷൻ സോണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സപ്പോർട്ട് 49,055, സെക്കൻഡ് സപ്പോർട്ട് 48,687. ഓക്കെ, നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോവാം? 50,000 വരെ. അത്ര ഫാൻസി നമ്പർ, നല്ല നമ്പറാണ് 50,000. 50,006 കൂട്ടണ്ട കേട്ടോ, ഏകദേശം 50,000 വരെ മാർക്കറ്റ് മുകളിലോട്ട് പോവാം. നാളത്തെ ഡേ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 50,000 മുകളിലോട്ട് 1-2 ദിവസം കൊണ്ടൊക്കെ ആവാം. താഴത്തോട്ടാണെങ്കിൽ 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് 49,000, പിന്നെയുള്ള ഏരിയ 48,500. ഈ 2 സ്ഥലങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് കാണുന്ന ഏരിയാസ്.
പിന്നെ അവിടെ നിന്ന് മുകളിലോട്ട് പോയാൽ 50,481. കാരണം നിൽക്കുന്ന ലെവലിൽ 833.49K വോളിയം ഉണ്ട്. സിയിൽ 44.8. അതൊക്കെ വെറുതെ നോക്കണമെന്ന്, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. എനിക്കും അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ അപ്ഡേഷൻസിൽ വന്നേക്കണതാണ്, ഞാനതൊന്നും അത്ര കാര്യമായിട്ട് നോക്കാറില്ല. അതൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചിട്ട് ആ ചാർട്ടൊക്കെ വെച്ചിട്ട് ഞാനൊന്നുകൂടെ കാണിക്കാം. ഇതിനകത്ത് വോളിയം 118.98 ഉണ്ട്. എനിക്ക് തോന്നുന്നത് പിയുടെ വോളിയം 29.18 മില്യൺ ഉണ്ട്. അപ്പോൾ പിക്കാരാണ് കൂടുതൽ സെല്ല് ചെയ്തിരിക്കുന്നതിനാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ അതൊക്കെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ വെച്ചിട്ട് നോക്കി ട്രേഡ് ചെയ്യാൻ അറിയാം. കാരണം ഞാൻ ഈ വക ഡീറ്റെയിൽസ് ഒന്നും അധികം പഠിക്കാൻ പോകാത്ത കാരണം എനിക്ക് എൻ്റെ സ്ട്രാറ്റജി, എൻ്റെ ഈ ചാർട്ടിൻ്റെ അകത്ത് കിടന്നിട്ടുള്ള കളി മാത്രം എനിക്ക് അറിയത്തുള്ളൂ. ഔട്ട് ഓഫ് സിലബസിലെ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തുമില്ല, ഞാനൊട്ട് പഠിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മളുടെ വ്യൂ ഇതൊക്കെയാണ്. കുറച്ചുകൂടെ അടുപ്പിച്ചിടാം. നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്താൽ 50,000-ലേക്കും നിൽക്കുന്നതിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 49,000, ഡൗൺ വന്ന 48,687. ഇതൊക്കെയാണ് സപ്പോർട്ട് ഏരിയാസ്. ഇതാണ് ഇൻഡെക്സിൽ പറയാനുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലോ ഫ്യൂച്ചറിൽ മേലോട്ട് പോകാൻ തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഡൗട്ട്. അപ്പോൾ 49,525 അവിടെ നിന്ന് താഴത്തോട്ടാണെങ്കിൽ 49,087-ലേക്കായിരിക്കും ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റ്. അപ്പിലേക്കാണെങ്കിൽ എവിടം വരെ പോകാം? മെജോറിറ്റി ചാൻസ് ഉള്ളൊരു ഏരിയ അൺവൈൻഡിങ് 50,000 തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. നമുക്ക് സിയുടെ നാളെ തൊട്ട് വ്യൂ ഇത്തിരി ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കാൻ തീർക്കാം. ഇടക്കൊക്കെ ഒന്ന് മനസ്സ് തുറന്നില്ലെങ്കിൽ, നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഇടക്കൊക്കെ ഒന്ന് മനസ്സ് തുറക്കണില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നാളെ നോക്കാൻ പറ്റിയ സ്ട്രൈക്കുകൾ 290, 539, 150 മേളിൽ നിന്ന് പറയാം. 539, 367, 221, 156, 27. അല്ല, പ്രൈസാണ് പറഞ്ഞത്. 49,000, 49,200, 49,400, 49,500. പിന്നെ ലോട്ടറി കോൾ വന്നാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 50,000-ൻ്റെ പറഞ്ഞില്ലേ, അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒരു എക്സ്പയറി മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 50,000-ൽ ടച്ച് ചെയ്യുമ്പോൾ 27 ആയിരിക്കും മൂവ് ചെയ്യണം കേട്ടോ. നല്ല മൂവ്മെൻറ്റ് വന്നാൽ, ഒരു ലോട്ടറി കോൾ പോലെയൊക്കെ വന്നാൽ. പിയിലാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് മെജോറിറ്റി ചാൻസ് 49,500 തന്നെയാണ്. പിന്നെ 49,400, പിന്നെ 49,000, പിന്നെ 48,800, 700. ഇതൊക്കെയാണ് മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക. വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വേറെ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിവേ, ഓൾ ദി ബെസ്റ്റ്.